أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا يعلم من خلق وهو اللطيف الخبير ألا يعلم അവൻ അറിയുന്നില്ലേ മൻ ഖലഖ ആരാണ് സൃഷ്ടിച്ചത് വഹുവ അവനാകുന്നു അൽ-ലത്തീഫുൽ ഖബീർ അത് അങ്ങേയറ്റത്തെ ലുത്ഫോടുകൂടി അങ്ങേയറ്റത്തെ കൃപയോടുകൂടി അതിസൂക്ഷ്മമായി അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അലാ യഅലം അവൻ അറിയുന്നില്ലേ മൻ ഖലഖ ആരാണ് സൃഷ്ടിച്ചത് അവൻ സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് വഹുവൽ ലത്തീഫ് അവൻ അതിസൂക്ഷ്മമായി വളരെ സൂക്ഷ്മതയോടുകൂടി അങ്ങേയറ്റം കൃപയോടുകൂടി അങ്ങേയറ്റം ലുത്ഫോടുകൂടി ലത്തീഫാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലത്തീഫുൻ ഖബീർ അതിസൂക്ഷ്മമായ നിലയിൽ അറിയുന്നവനാകുന്നു. അലാ യഅലമു അല്ലദീ ഖലഖൽ ഖലായിക് സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചവനാകുന്നു. നമ്മെ മാത്രമല്ല മനുഷ്യരെ മാത്രമല്ല സൃഷ്ടിജാലങ്ങളെയെല്ലാം എല്ലാ സൃഷ്ടിജാലങ്ങളെയും പ്രപഞ്ചത്തിലെ ഓരോ വസ്തു ഖാലിഖു കുല്ലി ഷൈഇൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാകുന്നു. ഖലായിക കുല്ലഹ അസ്സിർ വമാ ഹുവ അഖ്ഫ മിനസ്സിർ വമാ ഹുവ അഖ്ഫ മിനസ്സിർ അവൻക്ക് ഒരു രഹസ്യവും ഇല്ല അവൻക്ക് വമാ ഹുവ അഖ്ഫ മിനസ്സിർ വമാ ഹുവ അഖ്ഫ മിനസ്സിർ അവൻക്ക് ഒരു രഹസ്യമായതൊന്നും അവൻക്ക് ഇല്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു രഹസ്യവും ഇല്ല. കാരണം എല്ലാം അല്ലാഹു അറിയുന്ന കാര്യമാകുന്നു. അല്ലാഹു അറിയാത്തതായി ഒന്നുമില്ല. കാരണം കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണല്ലോ പറഞ്ഞത്, നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും യഅലമു ഖായിനത്തൽ അയ്ൻ. അപ്പോൾ എല്ലാം രഹസ്യമായതും പരസ്യമായുന്നതും അവൻ അറിയുന്നു. അള്ളാഹുവിൻ്റെ ഇൽമ് അത് നമുക്ക് അറിയുകയില്ല, അള്ളാഹു നമുക്ക് ഈ പറഞ്ഞു തരുന്നതല്ലാതെ. വഹുവ യഅലമു ലാ യഖ്ഫ അലൈഹി മിൻഹാ ഷൈ അതായത് ഒന്നും അവന് ഗോപ്യമാവുകയില്ല. എല്ലാം അള്ളാഹുവിന് എന്താണ് പരസ്യമാണ് എന്നർത്ഥം. അതായത് അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു, അതിസൂക്ഷ്മമായുള്ളത് അവൻ അറിയുന്നു എന്നർത്ഥം. ലത്തീഫും ഖബീറുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.